ഹലോ എവരി വൺ ആൻഡ് ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബയോളജിയിൽ കഴിഞ്ഞ വർഷം SSC CGL ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ മൊത്തം 60-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ചത്. അതിൽ നല്ല ക്വസ്റ്റ്യൻസ് ആയ 20 മാത്രമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഇതിൽ കവർ ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡിലേ ചെയ്യുന്നില്ല, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഇനാക്റ്റീവ് ഓർ കിൽഡ് പോളിയോ വാക്സിൻ ഡെവലപ്ഡ് ഇൻ 1952? 1952 ഇനാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കിൽഡ് ആയിട്ടുള്ള പോളിയോ വാക്സിൻ ഇവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. TAB വാക്സിൻ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി TABൻ്റെ ഫുൾ ഫോം ഉണ്ട്. TABയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടൈഫോയിഡ് പാരാ ടൈഫോയിഡ് A ആൻഡ് പാരാ ടൈഫോയിഡ് B. ഫുൾ ഫോം അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, പക്ഷെ അഥവാ ചോദിക്കുവാണെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതാണ് സാധനമെന്ന് ചോദിക്കുന്നുവെങ്കിൽ അടുത്ത വർഷം ചോദിക്കുന്നത് ഏത് വർഷമെന്നായിരിക്കും ചോദിക്കുന്നത്. സോ വർഷം നിങ്ങൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വർഷവും കൂടെ നന്നായിട്ട് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ TAB വാക്സിനാണ് എന്ത് ചെയ്തത് 1952 കണ്ടുപിടിച്ചെന്നറിയാം. അപ്പോൾ ഈ ബാക്കി വന്നിരിക്കുന്ന ഇതൊക്കെ എന്താണ് നമുക്ക് നന്നായിട്ട് നോക്കാം. ഇംവാനിസ് വാക്സിൻ, നാളെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിടാന്നില്ലല്ലോ. സോ എന്താണ് ഇംവാനിസ് വാക്സിൻ, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ്. ഇത് സ്മോൾ പോക്സും എംപോക്സും ഇതിന് എതിരെയുള്ള പ്രൊട്ടക്ഷനാണ് നമ്മൾ ഈ ഒരു വാക്സിൻ എടുക്കുന്നത്. HDC വാക്സിൻ എന്ന് പറയുന്നത് റേബീസിന് എതിരെയുള്ള ഒരു വാക്സിനാണ്. റേബീസ്, RABIES, റേബീസിന് വേണ്ടിയാണ് നമ്മൾ, റേബീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ് സാൽക്ക് വാക്സിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സാൽക്ക് വാക്സിൻ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം? സോ സാൽക്ക് വാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കണ്ടുപിടിച്ച ആളുടെ പേര് ജോണസ് സാൽക്ക് എന്നാണ്. എന്താണ്? ജോണസ് സാൽക്ക് ആണ് ഈ വാക്സിൻ കണ്ടുപിടിച്ച ആളുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇനാക്റ്റീവ് ആണ് അല്ലെങ്കിൽ കിൽഡ് ആണ്. ഓക്കെ, സെയിം സാധനം തന്നെയാണ്, ഇനാക്റ്റീവ് ആണ് അല്ലെങ്കിൽ കിൽഡ് ആണ്. ഇതിൻ്റെ വേറൊരു പേരുണ്ട് IPV. IPVയുടെ ഫുൾ ഫോം ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിൻ. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സാധനം കണ്ടു അല്ലേ, വൈറസ്. അപ്പോൾ എന്താണ് വൈറസ്? നമുക്ക് ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഡിഫറൻസുകൾ നമുക്കിത് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് ബാക്ടീരിയയും വൈറസും തമ്മിലുള്ള ഡിഫറൻസ്. വൈറസിന് എടുക്കുകയാണെങ്കിൽ വൈറസിൻ്റെ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ കോട്ടിംഗ്. സോറി, അക്ഷരം കുറച്ച് വൃത്തിയായിട്ടുണ്ടെന്ന് അറിയാം, ബട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഇഷ്യൂ, അക്ഷരത്തിൽ മാത്രമേ ഇഷ്യൂ വരത്തുള്ളൂ, ബട്ട് ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. സോ കേട്ട് എഴുതാനെങ്കിലും ശ്രമിക്കുക. ഓക്കെ, ബാക്ടീരിയയുടെ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ. സോ നമ്മൾ ബാക്ടീരിയ പഠിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ സെൽ വാളിനെ പറ്റി പറയാണ്. സോ സെൽ വാൾ പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ചെറിയ സാധനം ഓർമ്മ വന്നു. വേറെ ഒന്നുമല്ല, ഇപ്പോൾ സെൽ വാളുള്ള മൂന്ന് വസ്തുക്കളെ നിലവിൽ ലോകത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ബാക്ടീരിയ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ. രണ്ടാമത്തത് ഫംഗൈ, മൂന്നാമത്തത് പ്ലാന്റ്. ഈ മൂന്നെണ്ണത്തിനുമാണ് എന്തുള്ളത്, സെൽ വാള് ഉള്ളത്. ബാക്ടീരിയ നമ്മൾ പറഞ്ഞതിന് പെപ്റ്റിഡോ ഗ്ലൈക്കൺ ആണ്. ഫംഗയുടെ നോക്കുകയാണെങ്കിൽ ഫംഗയുടെ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് ചിറ്റിൻ ഓർ കൈറ്റിൻ, CHITIN. ചിറ്റിൻ ഓർ കൈറ്റിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിറ്റിൻ, അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചിറ്റിൻ എന്ന് പറയാം അല്ലെങ്കിൽ കൈറ്റിൻ എന്ന് പറയാം. പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, സെയിം സാധനമാണ്. പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും സെല്ലുലോസ്. അനിമൽസിന് എന്തില്ല, അനിമൽസിന് സെൽ വാള് ഇല്ല. സോ
ഇത്രയാണ് എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. സോ ഇനി വേറൊരു പ്രത്യേകത, ഇവിടുത്തെ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ റൈബോസം എന്നൊരു ഫാക്ടർ ഉണ്ട്. റൈബോസം എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എല്ലാം നമ്മൾ അങ്ങോട്ടുള്ളൊരു ക്വസ്റ്റ്യനിൽ നോക്കും. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ റൈബോസോം ഏതിനുണ്ട്, ഏതിന് ഇല്ല? വൈറസിന് സ്വന്തമായിട്ട് എന്തുണ്ട്? റൈബോസോം ഉണ്ട്, സ്വന്തമായ റൈബോസോം ഉണ്ട്. ഇനി ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ അതിനെന്തില്ല? റൈബോസോം ഇല്ല. ഇനി ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ 1952 എന്ന ഇയർ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഇതിൻ്റെ തൊട്ടടുത്ത വർഷം, അതായത് 1953, ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വർഷമാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആര് കണ്ടുപിടിച്ചത്? വാട്സൺ ആൻഡ് ക്രിക്ക് കണ്ടുപിടിച്ചത് 1953-ലാണ്. DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇവരാണ് കണ്ടുപിടിച്ചെങ്കിൽ, അങ്ങനെയാണെങ്കിൽ DNA കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഫെഡറിക് മിഷ്ലർ. ഇൻ ദ ഇയർ 1869. ഇനി 1869 ഒരുപാട് പ്രത്യേകത ഉണ്ട്. 1869, ഈ 1869 ഒന്നാമത്തത് DNA ആര് കണ്ടുപിടിച്ചു? ഫെഡറിക് മിഷർ കണ്ടുപിടിച്ചു. അതോടൊപ്പം ഇതേ ഇയർ തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള ഒരാൾ പീരിയോഡിക് ടേബിൾ തന്നു. ആരാ ഫേമസ് ആയിട്ടുള്ള ആൾ? എല്ലാവർക്കും മനസ്സിലായി കാണും, മെൻഡലീവ് എന്ത് ചെയ്തു? ഇതേ ഇയർ തന്നെ എന്ത് തന്നു നമുക്ക്? പീരിയോഡിക് ടേബിളും തന്നു. അതോടൊപ്പം ഇതിൻ്റെ കൂടെ ഒരു 100 കൂട്ടുകയാണെങ്കിൽ, അതായത് 1869 ഒരു 100 കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1969. ഈ വർഷമാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇന്ത്യയിൽ ഒരു സാധനം കണ്ടുപിടിക്കുന്നുണ്ട്, ആൻഡ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ISRO കണ്ടുപിടിക്കുന്നത്. ISRO പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ആരാ? വിക്രം സാരാഭായിനാണ് നമുക്ക് ഓർമ്മ വരുന്നത്. വിക്രം സാരാഭായ് ആരാണ്? ഹി ഈസ് കോൾഡ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. വിക്രം സാരാഭായിനെ പറ്റി പറയുമ്പോൾ ഒരാളും കൂടെ പറയണം, കാരണം അവർ കൊളീഗ്സ് ആയിരുന്നു. ആരായിരിക്കും അത്? ഡോക്ടർ ഹോമി ജെ ബാബയും വിക്രം സാരാഭായും കൊളീഗ്സ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും സാർ നമ്മളിപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇത്രയും പറഞ്ഞില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് GK ഒരിക്കലും നമുക്ക് ഒറ്റ ടോപ്പിക്കായിട്ട് പഠിക്കുക ഒരിക്കലും പറ്റത്തില്ല. വർഷം കാണുകയാണെങ്കിൽ എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക, നമ്മൾ മറക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞത്. ഇനി ഒരു ചെറിയ സാധനം പറയാൻ വിട്ടു. ഇത് ഇനാക്റ്റീവ് അല്ലെങ്കിൽ കിൽഡ് ആണ് അല്ലേ? ഇനാക്റ്റീവ് കിൽഡ് ആണെങ്കിൽ, അപ്പോൾ ലൈവ് ആണെങ്കിലോ? ലൈവ് അല്ലെങ്കിൽ അറ്റ്യൂനേറ്റഡ് ഉദ്ദേശിക്കുന്നത് വീക്കൻഡ് ആയിട്ടുള്ള ആരാ കണ്ടുപിടിച്ചെന്ന് ചോദിക്കും. അത് കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനാണ്. ഇൻ ദ ഇയർ 1961. നിങ്ങൾ മനസ്സിലാക്കാൻ വേറൊരു കാര്യമുണ്ട്, ഈ ഇപ്പം പറഞ്ഞ ഇതെല്ലാം NTPC-യിലും ചോദിക്കും അല്ലേ? NTPC-യുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഗ്രൂപ്പ് Dയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അതിനും ഇത് വരാനുള്ള സാധ്യതകൾ കണക്കെടുത്താണ് ഞാൻ എന്ത് ചെയ്തത് ഇത്രയും പറയുന്നത്. ഐ ഹോപ്പ് ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എല്ലാ ക്വസ്റ്റ്യനിലും ഇത്രയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പോകത്തില്ല. ചിലതിന് ഇത്ര എക്സ്പ്ലനേഷൻ പോകേണ്ട ആവശ്യമില്ല, ആൻസേഴ്സ് മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി. കാരണം അതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ഒന്നും ഇല്ല. സോ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട്, സാൽക്ക് വാക്സിനെ പറ്റി ഞാൻ പറഞ്ഞു പോയി എവിടെ എത്തി? 1961 എത്തി. പക്ഷേ ഇത് പറഞ്ഞിട്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യേണ്ടിയിരുന്നത്? ഫെഡറിക് മിഷറിനെ പറ്റിയും DNA പറ്റിയും പറയേണ്ടിയിരുന്നത്. ഓക്കെ, സോറി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് ലാഗ് അടിപ്പിച്ചു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിതാ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നെയിം എ കോമൺ ഇലക്ട്രോലൈറ്റ് ഡിസോർഡർ that occur when the amount of sodium in our blood becomes abnormally low. ക്വസ്റ്റ്യന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് ഡിസോർഡർ ആണ്. എപ്പോഴാണ് ഒക്കർ ആവുന്നത്? സോഡിയം, നമ്മുടെ ബ്ലഡിലുള്ള സോഡിയത്തിൻ്റെ അളവ് അബ്നോർമലി, അതായത് വളരെ ഭയാനകമായ രീതിയിൽ കുറയുകയാണെങ്കിൽ ആ ഡിസോർഡറിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. ഓക്കെ, നമുക്കറിയാം സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിം എന്താ? നേട്രിയം. ഒന്നുകൂടെ വൃത്തിക്ക് എഴുതാം, നേട്രിയം അല്ലേ? അപ്പോൾ നേട്രിയമാണ് പേര്. അപ്പോൾ ഇനി ഓപ്ഷനിൽ നേട്രിയം ഉള്ള ആരൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ്. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തന്നിട്ടുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി തന്നെ സോഡിയം കണ്ടു അല്ലേ? സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിം നേട്രിയമാണ്. അപ്പോൾ നേട്രിയം നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ 2 പേർക്കുണ്ട് നേട്രിയം. ഇവിടെ ഉണ്ട്, ഇവിടെയും
ഉണ്ട്. അപ്പോൾ രണ്ടിലും നേട്രിയം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ ഇടുന്ന ഹൈപ്പർ അല്ല, ഹൈപ്പോയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എക്സാം വരുമ്പോൾ നേരെ തലകുത്തിനായിരിക്കും ചോദിക്കുന്നത്. ഹൈപ്പോനേട്രീമിയ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നായിരിക്കും ചോദിക്കുന്നത്. സോ എന്ത് ചെയ്യുക, നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു PYQ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത വർഷം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു പബ്ലിഷ്ഡ് സിസ്റ്റമ നെറ്റൂറെ in 1735 classifying the three kingdoms of nature and outlining the sexual system for classification of plant. ഓക്കെ, 5 അല്ല 3 കിങ്ഡം ആണ്. ചാടിക്കേറി കിങ്ഡം വായിക്കുമ്പോഴത്തേക്കും 5 ആണെന്ന് വിചാരിക്കരുത്. നമ്മൾ എക്സാം സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും അല്ലേ, നമ്മൾ നെർവസ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല എങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു 65% ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്, ക്വസ്റ്റ്യൻ നേരെ വായിക്കത്തില്ല. ഇവിടെ കിങ്ഡം കണ്ടു, 3 കിങ്ഡം ആണ്, 5 കിങ്ഡം അല്ല. 5 കിങ്ഡം ആയിരുന്നെങ്കിൽ ആരായിരുന്നു ആൻസർ വരുന്നത്? 5 കിങ്ഡം ആയിരുന്നെങ്കിൽ റോബർട്ട് വൈറ്റക്കർ ആണ്. റോബർട്ട് വൈറ്റക്കർ അല്ല, RH വിറ്റക്കർ ആണ്. സോറി, ഒരു ടൈപ്പിംഗ് എററാണ്. RH വിറ്റക്കർ ആണ്. പക്ഷെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തരുന്നത് വേറെ ആരുമല്ല, കാരോലസ് ലിനൗസ് ആണ് തരുന്നത്. അതോടൊപ്പം ഇദ്ദേഹം വേറൊരു സാധനം കൂടെ തന്നിട്ടുണ്ട്. ഹി ഓൾസോ ഗേവ് ദ കൺസെപ്റ്റ് ഓഫ് ബൈനോമിയൽ നോമിക്ലേച്ചർ. കൺസെപ്റ്റ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഇതും അദ്ദേഹം തന്നു. അതോടൊപ്പം വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം, ഏൺസ്റ്റ് ഹെക്കൽ. ആരാണ് ഇയാൾ? ആരാണെന്ന് പഠിക്കേണ്ട, ഇയാൾ എന്ത് ചെയ്തെന്ന് പഠിച്ചാൽ മതി. ഇദ്ദേഹമാണ് എക്കോളജി എന്ന ടേം കോയിൻ ചെയ്ത ആളെന്ന് പറയുന്നത്. എക്കോളജി എന്ന ടേം കോയിൻ ചെയ്ത് ഇദ്ദേഹമാണ്. റോബർട്ട് വിറ്റക്കർ, സോറി, RH വൈറ്റക്കർ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തരുന്നത്. ആ 5 കിങ്ഡംസ് ഏതൊക്കെയാ നമുക്കറിയാം. ബയോളജി സയൻസിൽ നിന്ന് വരുന്നതാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്ന ആളാണെങ്കിൽ അറിയാം. മോണറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഈ 5 കിങ്ഡം ആണുള്ളത്. പക്ഷേ ഈ 5 കിങ്ഡവും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ മേ ബി നമുക്ക് നെക്സ്റ്റ് ഈ വീഡിയോയുടെ റെസ്പോൺസ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞെടുത്ത് എവിടെയായിരുന്നു? 5 കിങ്ഡം ഇതാണ്. ഇനി സിസ്റ്റമ നെറ്റൂറയിൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തന്നു. ഇനി 3 കിങ്ഡം അറിയാൻ നമ്മളത് ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുക. ഏതിനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽസ്, അതോടൊപ്പം വെജിറ്റബിൾസ്, മൂന്നാമത്തത് ആനിമൽസ്. ഈ 3 പേരുടെയാണ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മെയിൻ സാധനങ്ങൾ. അങ്ങനെ കാർൽ ലൂയിസ് അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഭൂരിഭാഗം പേർക്കും അറിയായിരിക്കും. ഹൗ മെനി ചേമ്പേഴ്സ് ആർ ദെയർ ഇൻ ദി ഹാർട്ട് ഓഫ് ദ ഫിഷ്? ഒരു ഫിഷിന്റെ ഹാർട്ട് എടുക്കുകയാണെങ്കിൽ എത്ര ചേമ്പർ ഉണ്ടെന്നാണ് ചോദ്യം. ആൻസർ എന്താ? ഡയറക്റ്റ് ആൻസർ പറയാൻ 2 ആണ്. ഇനി ഈ 3 ഏതിന് വരും, 4 ഏതിന് വരും? ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം, ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഇനിയും വരും. ആംബിബിയൻസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 3 ചേമ്പർ ആണ്. ഓക്കെ, അതുപോലെ റെപ്റ്റൈൽസ് എടുക്കുമ്പോഴും അവർക്ക് 3 ചേമ്പറാണ്. റെപ്റ്റൈൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആരെ എക്സെപ്ഷൻ? ക്രോക്കോഡൈലാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ക്രോക്കോഡൈലിന് 4 ചേമ്പറാണ് ഉള്ളത്. ക്രോക്കോഡൈലിനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയുകയാണെങ്കിൽ, ക്രോക്കോഡൈലിന്റെ പല്ല് നമ്മൾ മനുഷ്യരെടുക്കുകയാണെങ്കിൽ മനുഷ്യന് ഒരു വട്ടം പല്ല് വീണാൽ പിന്നെ പല്ല് പൊടിക്കും അല്ലേ. നമുക്ക് മനുഷ്യർക്ക് ആദ്യം വരുന്ന പല്ലിനെ വിളിക്കുന്ന പേരാണ് പാൽപ്പല്ല്. ആ പല്ല് പോയതിനു ശേഷം നമുക്ക് പിന്നെ അഡൽട്ട് ടൂത്ത്സ് ആണ് വരുന്നത്. അത് പോയാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, വേറെ പല്ല് വരത്തില്ല. പക്ഷേ ക്രോക്കോഡൈലിന്റെ കേസിൽ അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് പല്ലുകളുണ്ട്. എത്ര വട്ടം വേണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പല്ല് ഇങ്ങനെ റീഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്, എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അടുത്ത് തീർന്നില്ല, ഇതിൻ്റെ കൂടെ തന്നെയാണ്. 4 ചേമ്പർ വരുന്നത് ഏവീസ് ആണ്. ഏവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേർഡ്സ് ആണ്. ഓക്കെ, അതോടൊപ്പം മാമൽസും ഇതിൻ്റെ അകത്ത് വരും. സോ ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ചേമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക്
3 ചേംബർ വരുന്നത് ആംഫിബിയൻസിലാണ്. അതുപോലെ റെപ്റ്റൈൽസിന് 3 ചേംബേഴ്സ് ഉണ്ട്. ക്രോക്കോഡൈൽ എക്സെപ്ഷൻ കേസ് റെപ്റ്റൈൽസ് ആണ്, അതിന് 4 ചേംബർ ഉണ്ട്. ബേർഡ്സ് ഇടയ്ക്കാണെങ്കിൽ ബേർഡ്സ് അല്ലെങ്കിൽ ഏവീസ് അല്ലെങ്കിൽ ഏവ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിന് 4 ചേംബർ. അതുപോലെ മാമൽസിനും എന്തുണ്ട്, 4 ചേംബർ ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലായി കാണും. ഒന്നും തന്നെ നമുക്ക് നോക്കുക ഇതിൽ ഏതാണ് ശരി തെറ്റെന്ന്. ഓപ്ഷൻ ബി, 8ാം ക്ലാസ് വരെ പഠിക്കുന്നതാണ്. മൈറ്റോകോൺഡ്രിയ പവർ ഹൗസ് ഓഫ് ദി സെൽ, പവർ ഹൗസ് ഓഫ് ദി സെൽ. അപ്പോൾ ഇതല്ല, ഇത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ്ലി ആണ്. എക്സാം സമയത്ത് ഇത് ശ്രദ്ധിച്ചോണം, കറക്റ്റ്ലി ആണോ ഇൻകറക്റ്റ്ലി ആണോ ചോദിച്ചിരിക്കുന്നതെന്ന്. സോ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് സെല്ലാണ്. ലൈസോസോം യെസ് സൂയിസൈഡ് ബാഗ് ആണ്, ശരിയാണ്. റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫാക്ടർ ആണ്. അപ്പോൾ ഇതിൽ തെറ്റ് വരുന്ന ആരാ, ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ലിപ്പിഡ് മെംബ്രെയിൻ അല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞു. ഇതിന് വിളിക്കുന്ന പേരെന്താ, ഈ ന്യൂക്ലിയസ്, മിറ്റോകോൺഡ്രിയ, ലൈസോസോം ആൻഡ് റൈബോസോം, ഇതൊക്കെ എന്താ, ഇതിന് വിളിക്കുന്ന കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് സെൽ ഓർഗനൽസ്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് സെൽ ഓർഗനൽസിനെ നോക്കാം. ഇതാ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നു അറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഷോ ഇറ്റ്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് കാണാമോ, എന്താ ഇത് സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിൻ, സോറി. ഇത് തുടങ്ങും മുന്നേ ഇതിന് കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ഫാക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് സെൽ ഓർഗനലിൽ പറയുകയാണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മിസ് ചെയ്യും. സോ എന്താണ് സാധനം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പറയാം. നമ്മൾ ഈ സെല്ലല്ലേ, സെല്ല് ആദ്യമായിട്ട് ഡിസ്കവറി ആര് ചെയ്യുന്നു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ് കണ്ടുപിടിക്കുന്നത്. ഇൻ ദ ഇയർ 1665. അതെ, ഇതേ റോബർട്ട് ഹൂക്കാണ് ഏത് ലോ തന്നത്, ഫിസിക്സിലെ ഹൂക്സ് ലോയും തരുന്നത്. ഇദ്ദേഹം തന്നെ ഇയാൾ പ്രോഡിജി ആയിരുന്നു. പ്രോഡിജി എന്ന് പറയുമ്പോഴത്തേക്കും ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് സിദ്ധി കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് കഴിവുകൾ കിട്ടുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന, പ്രോഡിജി എന്ന് വിളിക്കുന്നത്. സോ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഏതിലാണ് കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ വരും. ഏതിലാണ് കണ്ടുപിടിച്ചത്, കോർക്കിലാണ്, ഇൻ കോർക്ക്. അതായത് അദ്ദേഹം കണ്ടുപിടിച്ചത് ഡെഡ് സെല്ലാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ലൈവ് ആയിട്ടുള്ള സെല്ല് കണ്ടുപിടിച്ചത്. അത് വേറെ ആരുമല്ല, ആന്റണി വാൻ ലുവൻ ഹൂക്കാണ്. അപ്പം ഞാൻ ഫുൾ എഴുതുന്നില്ല, ഞാൻ ആന്റണി വാൻ ലുവൻ ഹൂക്ക്. ഓക്കെ, എനിക്കറിയാം അക്ഷരം കുറച്ച് ഇപ്പോഴും ശരിയാവുന്നില്ല എന്നറിയാം, കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിക്കുന്ന വർഷം 1674 എത്ര വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടടാ, 9 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. 9 years ഗ്യാപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ലൈവ് സെൽസ് ആര് കണ്ടുപിടിക്കുന്നത്, ആന്റണി വാൻ ലൂവൻ ഹൂക്ക് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഏതിലാ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ഇൻ പോണ്ട് വാട്ടർ ആണ് കേട്ടോ, പോണ്ട് വാട്ടറിലാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. കൾച്ചർ കാണാമോ, ഇനി ഒരു വയലറ്റിഷ് കളറിൽ കാണുന്നില്ലേ, അതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരെന്നും ചോദിക്കാറുണ്ട്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. ഇൻ ദ ഇയർ 1831. വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വർഷങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പോൾ NTPC എടുക്കുകയാണെങ്കിൽ NTPCക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ബയോളജിയിൽ നിന്ന് വർഷങ്ങൾ ചോദിക്കുന്നതാണ്. കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഡിസ്കവറീസ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് കൂടെ പറയണ്ടേ. സോ ഇയർ ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇയർ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതൽ നോട്ട് ചെയ്യുക. ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നിയമങ്ങൾ മീൻസ് ലോസ്, ന്യൂട്ടൻ്റെ ലോസും കെപ്ലറിൻ്റെ ലോസും എല്ലാം എന്ത് ചെയ്യുക നോക്കുക. സോ നമുക്ക് ബാക്ക് ടു അവർ ടോപ്പിക് വരാം. അടുത്ത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ച അടുത്ത ആരായിരിക്കും വരുന്നത്, DNA. ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്ത സാധനമാണ് DNA. ആരാ കണ്ടുപിടിച്ചത് ഞാൻ എഴുതത്തില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാ. DNA കണ്ടുപിടിച്ചത് ഫ്രെഡറിക് മിഷർ ആണ്. ഇൻ ദ ഇയർ 1869 നേരത്തെ പറഞ്ഞു. അഞ്ചാമത് പറയുന്നത് വാട്സൺ ആൻഡ് ക്രിക്കിന്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഇൻ ദ ഇയർ 1953. 1953 വാട്സൺ ആൻഡ് ക്രിക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഗോൾഗി ബോഡി. ഗോൾഗി ബോഡി ആരാ കണ്ടുപിടിച്ചത്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇനിയും വരും എന്നാണ് വിശ്വാസം. ഇതിൽ നിങ്ങൾ വർഷം അറിഞ്ഞിരിക്കണ്ട, നിങ്ങൾ ആരാണ് കണ്ടുപിടിച്ചെന്ന് നോക്കിയാൽ മതി. ഗോൾഗി ബോഡീസ് എന്താണ്, ഗോൾഗി ബോഡീസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഇതൊന്ന് കഴിയട്ടെ. ഗോൾഗി ബോഡി കണ്ടുപിടിച്ചത് കമീലിയോ ഗോൾഗി. കമീലിയോ, അദ്ദേഹത്തിന്റെ പേര് തന്നെ ഉണ്ട് ഇവിടെ. സോ ഓപ്ഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പോട്ട് ചെയ്യാൻ
പറ്റും. ഇനി ഏഴാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്. ഏഴാമത്തെ വേറൊന്നുമല്ല, റൈബോസോം. റൈബോസോം ആരാ കണ്ടുപിടിച്ചത്? റൈബോസോം കണ്ടുപിടിച്ചത് പാലഡാണ്, ജോർജ് ഇ പാലഡ്. ഞാൻ ഫുൾ എഴുതുന്നില്ല, കാരണം ഇത് റബ്ബ് ചെയ്യും ഞാൻ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം എഴുതാത്തത്. റൈബോസോം കണ്ടുപിടിച്ചത് ജോർജ് ഇ പാലഡാണ്. റൈബോസോം എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കവറീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കവറീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്നായിട്ട് എന്ത് ചെയ്യാം? അടുത്ത സാധനം നോക്കാം. ദാറ്റ് ഈസ് എന്താ? സെൽ ഓർഗനൽ. ഇനി എന്താണ് സെൽ ഓർഗനൽ? നിങ്ങൾ കാണുന്നുണ്ടോ? സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ കണ്ടായിരുന്നോ? സെൽ മെംബ്രെയിൻ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സെല്ലിന്റെ പുറത്താണ് ഇരിക്കുന്നത് അല്ലേ? സെല്ലിന്റെ പുറത്ത് ഈ ഒരു ഭാഗം, ഈ ഒരു യെല്ലോയിഷ് ഓറഞ്ചിഷ് കളറിൽ ഇരിക്കുന്നതാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സെൽ മെംബ്രെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽ മെംബ്രെയിൻ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ജീവനുണ്ട്. ജീവനുണ്ടെന്ന് ഉദ്ദേശിച്ചത് ഇത് എല്ലാത്തിനും അങ്ങനെ എളുപ്പത്തിൽ കടത്തിവിടത്തില്ല. ഓക്കെ, എല്ലാത്തിനും എളുപ്പത്തിൽ കടത്തിവിടത്തില്ല. അതായത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സോറി, സ്പെല്ലിംഗ് ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, ക്ഷമിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. സെലക്റ്റീവ് പെർമിയബിലിറ്റി ആണ് ഏതിനുള്ള? സെൽ മെംബ്രെയിനുള്ളത്. ഇതിനെപ്പറ്റി ഇതിന്റെ വേറെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് തിന്നാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് ശരിയാവുന്നുണ്ട്. തിന്നാണ്, അതോടൊപ്പം എലാസ്റ്റിക്കോ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ജീവനുള്ളതാണ്. എന്താ? അപ്പം ലിവിങ് ആണ്. സോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആരെ പറ്റി അറിയേണ്ടത്? സെൽ മെംബ്രെയിനെ പറ്റി അറിയേണ്ടത്. ആൻഡ് സെൽ മെംബ്രെയിൻ്റെ കമ്പോണൻസ് ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്നായിരുന്നു. സോ സെൽ മെംബ്രെയിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ആണ്. പ്രോട്ടീൻ ആൻഡ് പ്ലസ് ലിപ്പിഡ് ആണ് എന്തെന്ന് പറയുന്ന സെൽ മെംബ്രെയിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? സെൽ മെംബ്രെയിൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എല്ലാ ഓർഗൻസും നമ്മൾ നോക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ആണെന്ന് ചോദിച്ചു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, പെന്നോടെ ശരി. നമുക്കപ്പോൾ അടുത്ത ആരെ നോക്കാം? നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താ? ഞാൻ സെൽ വാളിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെയിനായിട്ട് ഞാൻ ഇവിടെ ചെയ്ത അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒരാളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് എന്ത് സെല്ലാ? ഇത് അനിമൽ സെല്ലാണോ പ്ലാന്റ് സെല്ലാണോ? അനിമൽ സെല്ല. എങ്ങനെ മനസ്സിലായി? സെൽ വാൾ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു സെൽ വാൾ ഉള്ള 3 പേരെ ഉള്ളൂ. ആരൊക്കെ? അതൊക്കെ ഫംഗൈ, ബാക്ടീരിയ ആൻഡ് പ്ലാന്റ്സ്. ഈ 3 പേർക്ക് മാത്രമേ എന്തുള്ളൂ? സെൽ വാൾ ഉള്ളൂ. എന്തൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അത് ഞാൻ വീണ്ടും എഴുതുന്നില്ല, പറയാം. ഫംഗൈ ആണെങ്കിൽ കൈറ്റിൻ അല്ലെങ്കിൽ ചിറ്റിൻ, ബാക്ടീരിയ ആണെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കിൻ, ആൻഡ് പ്ലാന്റ്സ് ആണെങ്കിൽ സെല്ലുലോസ്. നമ്മൾ ഒരു സാധനം എത്ര വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും വട്ടം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറും. അപ്പം അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, എഴുതാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമുക്ക് സെൽ വാള് ഇതിലില്ല, സെൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഇത് എന്ത് സെല്ലാ? ഇതൊരു അനിമൽ സെല്ലാണ്. ഓക്കെ, ഞാൻ ചെയ്ത അബദ്ധം ഞാൻ ഇവിടെ പ്ലാന്റ് സെല്ലും കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി, സോറി. ബട്ട് നിങ്ങൾ കാര്യം മനസ്സിലായതിനെ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ സെൽ വാൾ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ, നമ്മുടെ മനുഷ്യനുള്ള സെൽ മെംബ്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ സെല്ലിന് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് അല്ല കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട ഒരു സാധനമാണ്, നമ്മൾ സെൽ വാൾ നോക്കി, അതായത് സെൽ മെംബ്രെയിൻ നോക്കി. ഇനി അടുത്ത് മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, അതായത് ഇവിടെ കാണുന്ന ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, റോബർട്ട് ബ്രൗൺ ആണ്, ഇൻ ദ ഇയർ 1831. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയണം, കാരണം അത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇനിയും വരും, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ന്യൂക്ലിയസ് നോക്കാം. ന്യൂക്ലിയസിനെ വിളിക്കുന്നത് ബ്രെയിൻ ഓഫ് ദ സെൽ എന്നാണ് ന്യൂക്ലിയസിനെ വിളിക്കുന്നത്. ബ്രെയിൻ ഓഫ് ദ സെൽ എന്നാണ് ന്യൂക്ലിയസിനെ വിളിക്കുന്നത്. ഇതിൻ്റെ കമ്പോണൻസ് പറയുകയാണെങ്കിൽ 2 മെയിൻ കമ്പോണൻസ് ഇതിനുണ്ട്. കമ്പോണൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 2 മെയിൻ കമ്പോണൻസ് നമുക്ക് ഉണ്ട്. ഒന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത്, കമ്പോണന്റ് എന്ന് വെച്ചാൽ ന്യൂക്ലിയർ എൻവലപ്പാണ് ഒന്നാമത്തെ കമ്പോണന്റ്. ന്യൂക്ലിയർ എൻവലപ്പ് പേര് തന്നെ ഉണ്ട്. ഈ ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്ന എൻവലപ്പാണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ലൈറ്റ് വയലറ്റ് കളർ കാണാൻ പറ്റുന്നില്ലേ? അതാണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സാധനമാണ് ന്യൂക്ലിയോ പ്ലാസം.
ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച സാധനമാണ്. NCERT ടെസ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദിസ് തിങ്. ഇപ്പോൾ ICC ആണ് പഠിക്കുന്നത്. ഇപ്പോൾ ICC ആയിരുന്നു പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ പഠിച്ച് കാണും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഓർമ്മ പുതുക്കുന്നതിന് തുല്യമാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു ടോപ്പിക്, സെൽ എന്ന ടോപ്പിക് ഇപ്പോൾ എടുക്കുന്നത്. സോ ഓക്കെ, ലെറ്റ്സ് ഗോ ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, ദാറ്റ് ഈസ് ന്യൂക്ലിയർ പ്ലാസം. എന്താണ് ന്യൂക്ലിയർ പ്ലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു ഡാർക്കിഷ് വയലറ്റ് കളർ കാണുന്നില്ലേ, അതാണ് ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോ പ്ലാസത്തിൻ്റെ അകത്താണ് ക്രൊമാറ്റിൻ മെറ്റീരിയലും ന്യൂക്ലിയോലസും ഉള്ളത്. ഈ ന്യൂക്ലിയോ പ്ലാസത്തിൻ്റെ അകത്താണ് ക്രൊമാറ്റിൻ മെറ്റീരിയലും അതോടൊപ്പം ന്യൂക്ലിയോലസും കാണപ്പെടുന്നത്. ഇനി എന്താണ് ക്രൊമാറ്റിൻ മെറ്റീരിയൽ, എന്താണ് ന്യൂക്ലിയോലസ്? ബേസിക്കലി ക്രൊമാറ്റിൻ മെറ്റീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയം കൊണ്ട് കത്തിക്കാണും. ഉദ്ദേശിക്കുന്ന എന്തിനെയാണ്? ക്രോമസോംസിനെയാണ്. ക്രോമസോമിലാണ് എന്തുള്ള? ക്രോമസോമിലാണ് DNA ഉള്ളത്. ക്രോമസോമിലാണ് DNA ഉള്ളത്. DNAക്കകത്ത് എന്തുള്ളത്? ജീൻസ് ഉള്ളത്. ഈ DNA ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ DNA എന്നാണ് എന്തൊക്കെ വരുന്നത്? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സ്വഭാവമല്ല, നമ്മളെ അപ്പിയറൻസ്, പിന്നെ DNA കൂടെ കടന്നു വരുന്ന അല്ലെങ്കിൽ ജീൻസിൽ കൂടെ കടന്നു വരുന്ന വേറൊരു സാധനം തന്നെ എന്താ? ഡിസീസ് എന്ന് പറയുന്നത്. ഒരുപാട് ഹെറിഡിറ്ററി ഡിസീസസ് ഇല്ലേ DNA എന്ന് വരുന്നത്. ഓക്കെ, സോ അതാണ് DNA എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം ക്രോമസോമിനെ പറ്റി വേറൊരു പറയേണ്ട കാര്യം, മൊത്തം 23 പേരാണ് ക്രോമസോമിന് ഉള്ളത്. ഇതിൽ 22 ഓട്ടോസോമലായിരിക്കും. ഇതിൽ ബാക്കി വരുന്ന ഒരു പേർ, ഇതായിരിക്കും മെയിലാണോ ഫീമെയിൽ ആണോ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫീമെയിൽ ആണെങ്കിൽ എക്സും മെയിൽ ആണെങ്കിൽ XYയും വരും. ഓക്കെ, സോ ഇത്രയാണ് ക്രോമസോൺ. എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ അത്ര ക്ലിയർ അല്ല, ബട്ട് ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിൽ ഇതിൽ കാണപ്പെടും. സെൽ ഡിവിഷൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം ന്യൂക്ലിയസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ന്യൂക്ലിയോലസ് എന്തുണ്ടാക്കുന്നുണ്ട്? ന്യൂക്ലിയോലസ് ആണ് റൈബോസോംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈബോസം ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ആണ് റൈബോസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് തന്നെ എന്തുണ്ടായിരുന്നു? ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂക്ലിയസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്പീഡ് കൂടിപ്പോയെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ബാക്ക് പോവുക, ഒന്നുകൂടെ കേൾക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോയുടെ സ്പീഡ്, പ്ലേബാക്ക് സ്പീഡ് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സാധനം നോക്കാം. സെൽ ഓർഗനൽസ് തീരുന്നില്ല, നമ്മളാണെങ്കിൽ ഒരുപാടായല്ലേ. ഇനി 20 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനിയും 15 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളിപ്പോഴും സെല്ലിൽ നിൽക്കുന്നുള്ളൂ. സോ നമുക്ക് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാം. ഓക്കെ, നമ്മളപ്പോൾ ആരെ പറ്റി പറഞ്ഞു? ഇപ്പോൾ ന്യൂക്ലിയസ്. അടുത്ത മെയിൻ സാധനം സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഉണ്ട്. സൈറ്റോപ്ലാസം എന്താണ്? സൈറ്റോപ്ലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, നമ്മുടെ ഈ ഓർഗനൽസ് എല്ലാം ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് എന്താണ് സാധനം എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ട സാധനം ഏതായിരിക്കും? അപ്പോൾ അടുത്ത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട സെൽ ഓർഗനൽസ് ആണ്. നമുക്ക് ഇന്നൊന്നായിട്ട് സെൽ ഓർഗനൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അറിയാവുന്നുള്ളൊരു സാധനം നോക്കാം, അതാണ് എന്ത്? മൈറ്റോകോൺട്രിയ അല്ലേ. മൈറ്റോകോൺട്രിയ എടുക്കുകയാണെങ്കിൽ എവിടെ ഇരിക്കുന്ന? ഇതായിരിക്കുന്നു മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന സാധനം എന്താ? മൈറ്റോകോൺട്രിയ ഈസ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ. പവർ ഹൗസ് ഓഫ് ദ സെൽ. ഇതിന്റെ ഷേപ്പ് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചു. സോസേജ് ഷേപ്പാണ്. സോസേജ് ഷേപ്പായിട്ടാണ് ഇരിക്കുന്നത്. അതോടൊപ്പം ഇതിനെപ്പറ്റി എക്സ്ട്രാ കുറച്ച് പോയിന്റും കൂടെ പറയാനുണ്ട്. അതായത് ഇത് 2 മെംബ്രെയിൻസ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2 മെംബ്രെയിൻസ് ഉദ്ദേശിക്കുന്നത് ഇതിന് ഇന്നർ ഭാഗവും ഉണ്ട്, ഔട്ടർ ഭാഗവും ഉണ്ട്. ഔട്ടർ ഭാഗം പോറസ് ആയിരിക്കും. പോറസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ഹോൾസ് ഉള്ളതായിരിക്കും. ഇതിൻ്റെ അകത്തൊരു പാമ്പ് പോലെ കിടക്കുന്ന കാണാമോ? പാമ്പല്ല, സോസേജ് പോലെ ഇങ്ങനെ ചുറ്റി കിടക്കുന്ന കാണാമോ? അവിടെയാണ് എന്തുണ്ടാകുന്നത്? ATP. ഇനി നിങ്ങൾ ചോദിക്കും, സാർ എന്താണ് ATP? അറിയാവുന്നവർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്കാണ് പറയുന്നത്. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? എനർജി കറൻസി എന്നും നമ്മൾ ഇതിന് എനർജി കറൻസി എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പേര് കൊടുത്ത് വിളിക്കും. എന്തുകൊണ്ട് എനർജി കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ATPയുടെ സിന്തസൈസ് കാരണമാണ് മനുഷ്യന് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. ഇനി മൈറ്റോകോൺട്രിയയെ പറ്റി പറയുന്ന മെയിൻ ഇമ്പോർട്ടൻസ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്.
വേറെ ഒന്നുമല്ല. ഇതിനും സ്വന്തമായിട്ട് എന്തുണ്ട്? DNA ഉണ്ട്. ഇതിന് സ്വന്തമായിട്ട് എന്തുണ്ട്? റൈബോസോമും ഉണ്ട് അല്ലേ? അതാണ് മൈറ്റോകോൺഡ്രിയയെ പറ്റി പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ. അപ്പോൾ മൈറ്റോകോൺഡ്രിയ ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് എളുപ്പമുള്ള സാധനം നോക്കാം, ലൈസോസോം. ലൈസോസോമിനെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് വാട്ട് ദ സൂയിസൈഡ് ബാഗ് ഓഫ് ദി സെല്ലിന്റെ സൂയിസൈഡ് ബാഗാണ് എന്തെന്ന് പറയുന്ന ലൈസോസോം എന്ന് പറയുന്നത്. അടുത്ത സെൽ ഓർഗനിലാണ് ഗോൾഗി അപ്പാരറ്റസ്. കണ്ടുപിടിച്ചാര? ഗോൾഗി തന്നെയാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ പേര് തന്നെയുണ്ട് ഗോൾഗി എന്ന്. സോ ഇതിന് 2 ഫേസ് ഉണ്ട്. ഇതിനൊരു സിസ് ഫേസും ഉണ്ട്, ഒരു ട്രാൻസ് ഫേസും ഉണ്ട്. സിസ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കാണുന്നില്ല, ഇത് ഈ ഒരു ഭാഗം, അതായത് ന്യൂക്ലിയസിനെ ഫേസ് ചെയ്യണം. ഇതാണെന്ന് പറയുന്ന നമ്മുടെ സിസ് ഫേസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനെ ഫേസ് ചെയ്ത് തിരിഞ്ഞു നിൽക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ് ഫേസ് എന്ന് പറയുന്നത്. ബേസിക്കലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ വരുന്ന എല്ലാ ഐറ്റംസിനെയും ഈ സിസ് ഫേസ് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്ത് പാക്കേജ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഡിസ്പാച്ച് ചെയ്യുന്നു. ഡിസ്പാച്ച് ചെയ്ത പാക്കറ്റ്സ് ആണ് ഇവിടെ ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗോൾഗി അപ്പാരറ്റസ് കഴിഞ്ഞു. അടുത്ത ഒരു സാധനമാണ് റൈബോസോം. റൈബോസോം പടത്തിൽ ഉണ്ട്, അടപ്പുണ്ട് റൈബോസോം. റൈബോസോം ഉണ്ടാക്കുന്ന ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റൈബോസോം ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. റൈബോസോം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സെല്ലിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതാണ് റൈബോസോം. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ റൈബോസോം ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ട് ഒരു റെഡിഷ് കളറിൽ കിടക്കുന്ന ആളിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ റെഡിഷ് കളറിലെ ആളിൽ ഇങ്ങനെ റൈബോസോം പറ്റി പിടിച്ച് കിടക്കുകയാണ്. ഈ റെഡിഷ് കളർ ആറിനെ വിളിക്കുന്ന പേരാണ് ER അല്ലെങ്കിൽ എൻഡോ പ്ലാസ്മിക് റെട്ടിക്കുലം. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇനി എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ എപ്പോഴൊക്കെയാണോ റൈബോസോം ചേരുന്നത് അത് റഫ് ആവും, അതിൽ ചേർന്നിട്ടില്ലെങ്കിൽ സ്മൂത്ത് ആവും. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് എന്ത് ചെയ്യുന്നത്? മേക്സ് പ്രോട്ടീൻ. ഇതാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഇനി സ്മൂത്ത് ആണെങ്കിലോ ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉണ്ടാക്കുന്നത്. ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് ആണ് ഇതുണ്ടാക്കുന്നത്. ഓക്കെ, ഇത്രയും മെയിൻ കമ്പോണൻസ് ആണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ള സെല്ലിൻ്റെ അകത്തുള്ളത്. അപ്പോൾ സെൽ എന്ന ടോപ്പിക്കിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി പ്ലാന്റിൻ്റെ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിൽ ഞാൻ പ്ലാന്റ്സിൻ്റെതും കൂടെ പറയാം. കൂടെ ആനിമൽ സെല്ല് മാത്രം ഉള്ളത് കൊണ്ട് ഞാൻ ആനിമൽ സെല്ലിൻ്റെത് മാത്രമേ പറയുന്നുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആണല്ലോ സെൽ ഓർഗനൽസിൻ്റെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Microbes like Rhizobium, Nitrosomonas and Nitrobacteria are used for. ഓക്കെ, തന്നിരിക്കുന്ന ഇതിൽ നിങ്ങൾക്ക് ഒരു വാക്ക് കാണുമ്പോൾ തന്നെ ആൻസർ ആയല്ലേ? നൈട്രോജൻ സൈക്കിൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ മൈക്രോബ്സിനെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് നൈട്രോജൻ സൈക്ലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കും അറിയാമോ? നൈട്രോജൻ സൈക്ലിങ്ങിന് യൂസ് ചെയ്യുന്ന മൈക്രോബ്സ് ഏതൊക്കെയെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്തോണം. റൈസോബിയം, നൈട്രോസോമനസ് ആൻഡ് നൈട്രോബാക്ടീരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണേ, വെള്ളം കുടിച്ചു. സോ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 7ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ആർ ദ 5 F's ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. 5 ഏതൊക്കെയാണ് ഈ 5 F's എന്നാണ് ചോദിക്കുന്നത്. ബേസിക്കലി ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്താണ്? നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റിൽ വരാതെ എങ്ങനെയൊക്കെയാണ് ഡിസീസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി 5 F എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓപ്ഷൻ വായിച്ചാൽ മനസ്സിലാവും. എല്ലാ F'ലാണ് തുടങ്ങുന്നത്. ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ആദ്യം ഫ്ലൈസേ വരത്തുള്ളൂ. കാരണം ഫ്രൂട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം ഫ്ലൈസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി എന്തായി? എലിമിനേറ്റ് ആയി. അപ്പോൾ ഫ്ലൈസ് വന്നു. അടുത്ത് വരുന്നത് എന്തായിരിക്കും? അടുത്ത എല്ലാത്തിലും ഫിംഗർ ആണ്. സോ ഫിംഗർ ഉണ്ട്. ഫ്രണ്ട്സ് വരുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയുന്നുള്ളൂ. ഫ്രണ്ട്സ്. അടുത്ത് ഫോമിറ്റീസ് ആണ്. രണ്ടിലും ഫോമിറ്റീസ് ഉണ്ട്. ഫുഡ് ഉണ്ട്, ഇതിലും ഫുഡ് ഉണ്ട്. ലാസ്റ്റ് വരുന്നത് ഫ്രൂട്ട് ആണോ ഫ്ലൂയിഡ് ആണെന്നോ ആണ്. ഫ്ലൂയിഡ് ആണ്, ഫ്രൂട്ട് അല്ല. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി 5 Fs ഏതാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഫോർ വിച്ച് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഹാപ്പൻസ്. അതായത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷന് നടക്കുമ്പോൾ നമ്മൾ അതിനൊരു പേര് വിളിക്കും. അതായത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ നടക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അതിന് 5 Fs എന്ന് വിളിക്കും. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യനായി. അപ്പോൾ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അനിമേലിയ എന്ന് പറയുന്ന ടോപ്പിക്. അനിമേലിയ എവിടെയാണ് വരുന്നത്? നമ്മുടെ RH വൈറ്റക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്ത സമയത്ത് വരുന്ന ഒരു സാധനമാണ് അനിമേലിയ. അപ്പോൾ അനിമേലിയക്കകത്ത് വരുന്ന കുറച്ച് ഫൈലങ്ങളുടെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ABCD ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി ഇത് ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് പോറിഫറ. ഇനി പോറിഫറ എന്താണ്? പോറിഫറയെ പറ്റി കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാം. പോറിഫറ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെല്ലുലാർ ലെവൽ ഡിവിഷനാണ്. സെല്ലുലാർ ലെവൽ ഡിവിഷൻ അല്ല, സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ അല്ല, ഓർഗാനിസമാണ്. സെല്ലുലാർ ലെവൽ ഓർഗാനിസം ആണ് ഇത് ഉള്ളത്. അതിനോടൊപ്പം ഇതെന്താ? ഇത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ആൻഡ് അസീലോമേറ്റ്. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഈ ഒരു സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാൻ നിന്ന് നമ്മുടെ സെഷൻ തീരത്തില്ല. അസീലോമേറ്റ് ആണ്. അപ്പം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് സാധനമെന്ന്. മേ ബി ഇൻ ദ നെക്സ്റ്റ് സെഷൻ വി വിൽ കവർ ദ ടോപ്പിക് അനിമേലിയ. ഓക്കെ, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇത് നോൺ മൊബൈലാണ്. നോൺ മൊബൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് അധികം അനങ്ങാൻ ഇതിന് കഴിയത്തില്ല. നോൺ മൊബൈലാണ്. ഇത് അക്വാട്ടിക് ആണ്. അക്വാട്ടിക് എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അടിയിൽ ജീവിക്കുന്നവരാണ്. അതോടൊപ്പം ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് എൻഡോസ്കെലറ്റൻ ഉണ്ട്. എൻഡോസ്കെലറ്റൻ. ഇനി എന്താണ് എൻഡോസ്കെലറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഉള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത്? ബോൺസ് ശരീരത്തിന് ഉള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് എൻഡോസ്കെലറ്റൻ. അതുപോലെ എക്സോ സ്കെലറ്റൻ ഉണ്ട്. എക്സോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരീരത്തിന് ഉള്ളിൽ, ശരീരത്തിന് പുറത്ത്. ഔട്ട്സൈഡാണ് എക്സോ, ഇൻസൈഡാണ് എൻഡോസ്കെലറ്റൻ എന്ന് പറയുന്നത്. സോ പോറിഫറയെ പറ്റി ഇത്രയായി. ഇതിൽ ചോദിക്കുന്നത് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് പോറിഫറ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ പെടാത്ത ആരെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ പെടാത്ത ആരായിരിക്കും? ഇതിൽ പെടാത്തതാണ് ഹൈഡ്ര. ഹൈഡ്രയാണ് ഇതിൽ വരാത്തത്. കാരണം ഹൈഡ്ര ഒരു സിലിൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ അകത്ത് വരുന്ന ആളാണ് ഹൈഡ്ര. ബാക്കി എല്ലാവരും എന്താണ്? പോറിഫറയുടെ എക്സാമ്പിൾസ് ആണ്. സ്പോഞ്ചില ഞാൻ നേരത്തെ പറഞ്ഞു എന്താ? അക്വാട്ടിക് ആണ്. ഈ സ്പോഞ്ച് പോലെ തന്നെ ഇരിക്കും. ബേസിക്കലി ഇതിന് പോറസ് ആയിട്ട് ഒരുപാട്, അതിൻ്റെ സർഫസ് പോറസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ സ്പോഞ്ചില പോറിഫറിക് എക്സാമ്പിൾ ആണ്. യുപ്ലെക്റ്റെല്ല ആൻഡ് സൈക്കോൺ. ഈ എക്സാമ്പിൾസ് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യണം. കാരണം അനിമേലിയ എന്ന ടോപ്പിക്കിനെ പഠിപ്പിച്ചാലും നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എക്സാമ്പിൾ എന്തെന്നാണ് ചോദിക്കാൻ പോകുന്നത്. സോ എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പം ഞാൻ സീലമേറ്റ് പറഞ്ഞു, പിന്നെ ഞാൻ പോറിഫറ പറഞ്ഞു. അപ്പം നമുക്ക് അനിമേലിയക്കകത്തുള്ള കുറച്ച് ഫൈലംസ് ഉണ്ട്. ആ ഫൈലംസ് നമുക്ക് നന്നായിട്ട് എഴുതി നോക്കാം. ഓക്കെ, എഴുതുമ്പോൾ ആദ്യം വരുന്നതാണ് പോറിഫറ. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണോ എഴുതാം. ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ എഴുതുന്നത് അത് ഞാൻ പഠിച്ച രീതിയാണ് അങ്ങനെ എഴുതുന്നത്. അടുത്ത് സിലിൻഡ്രേറ്റ. സിലിൻഡ്രേറ്റയാണ് നമുക്ക് നിഡേരിയ എന്നും പറയാം. സി സൈലന്റ് ആണ്, നിഡേരിയ. അടുത്ത് വരുന്നത് ടീനോഫോറ. അടുത്ത് വരുന്നത് പ്ലാറ്റി ഹെൽമെന്തിസ്. അടുത്ത് വരുന്നത് ആഷ് ഹെൽമെന്തിസ്. അടുത്ത് വരുന്നത് അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എച്ചിനോഡെർമേറ്റ, ഹെമികോർഡേറ്റ ആൻഡ് ലാസ്റ്റ് വൺ കോർഡേറ്റ. അപ്പോൾ ഇത്രയും ഫൈലമാണ് ഇതിൻ്റെ അകത്തുള്ള അനിമേലിയക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല. ഇതിലാകെ പോറിഫറ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന സെഷൻ 2 മണിക്കൂറായിട്ട് നീണ്ടുപോകും. അപ്പോൾ അത്രയും നീട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് അടുത്ത സെഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോകാരിയോട്ടിക് സെൽ. ഇതിൽ ഏതാണ് പ്രോകാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത്. അതിനു മുന്നേ
നമുക്ക് എന്താണ് ഈ പ്രോ കാരിയോട്ടിക് സെൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 2 തരം ഉണ്ട്, പ്രോ കാരിയോട്ടിക്കും ഉണ്ട്, യുകാരിയോട്ടിക്കും ഉണ്ട്. ഇനി എന്താണ് എൻ്റെ പ്രത്യേകത? പ്രോ കാരിയോട്സ്, പ്രോ ആണവൻ. പ്രോ ആണെങ്കിൽ അവൻ എന്ത് ആബ്സെന്റ് ആയിരിക്കും? ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിരിക്കും. അവൻ എന്തായിരിക്കും? ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. യുകാരിയോട്സിൽ സെൽ ഡിവിഷൻ മിറ്റോസിസ് വഴിയാണ്, അല്ലെങ്കിൽ മിയോസിസ് എന്നും പറയാം. മിയോസിസ് വഴിയാണ് നടക്കുന്നത്. പ്രോകാരിയോട്സിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ സെൽ ഡിവിഷൻ നടക്കാറില്ല. ഒന്നെങ്കിൽ ഫിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബഡിങ് വഴിയായിരിക്കും പ്രോകാരിയോട്ട് സെൽ എന്ത് ചെയ്യുന്നത്? സെൽ ഡിവിഷൻ നടത്തുന്നത്. ഇവിടെ എന്ത് നടക്കത്തില്ല? മിയോസിസും മിറ്റോസിസും ഒന്നും നടക്കത്തില്ല. യുകാരിയോട്ടിക് സെല്ലിന് മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? മിറ്റോസിസും മിയോസിസും നടക്കുള്ളൂ. കാരണം അതിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതാണ് സംഭവം. ഓക്കെ, ചോദിച്ചിരിക്കുന്ന ചോദ്യം നമുക്കിനി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോകാരിയോട്ടിക് സെൽ? പ്രോകാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്ടീരിയയാണ് ഇതിൻ്റെ ആൻസർ. ബാക്ടീരിയയുടെ ഡിഫറൻസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ബാക്ടീരിയയുടെ സെൽ വാൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിലൂടെ ഞാൻ വീണ്ടും പോകുന്നില്ല. ഇതിൻ്റെ ആൻസർ ബാക്ടീരിയയാണ് വരുന്നത്. ഇനി ഈസ്റ്റ് നമ്മളെവിടെ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് എന്താ? ഈസ്റ്റ് ഒരു ഫംഗൈ ആണ് അല്ലേ? അതിനോടൊപ്പം ഇത് യൂണിസെല്ലുലാർ ആണ്. ഇതാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. ബ്രെഡ് മാത്രമല്ല, നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരാളാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയത്തെ പറ്റി പറയുകയാണെങ്കിൽ അതും യൂണിസെല്ലുലാർ ആണ്. ലെഷ്മാനിയ യൂണിസെല്ലുലാർ അല്ല, അതൊരു പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോസ്റ്റ് സെല്ലിനെ കണ്ടുപിടിക്കുന്നു, അതിൽ കയറിയിരിക്കുന്നു, ആ ഹോസ്റ്റ് സെല്ലിന് ന്യൂട്രിയൻസ് എല്ലാം എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. അതിനാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുള്ളത്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ റെഡ് കളർ ഓഫ് ബീട്രൂട്ട്? അല്ലേ, ബീട്രൂട്ടിൽ റെഡ് കളർ ആരാണ് കാരണക്കാരെന്ന് ചോദിക്കുന്നത്. ഇതിൽ ബീട്രൂട്ട് കാണുമ്പോൾ, ഇതിൽ ബി കാണുമ്പോൾ തന്നെ ഒന്നെങ്കിൽ നമുക്ക് ബീറ്റാ കാരോറ്റിൻ എന്ന് തോന്നും, അല്ലെങ്കിൽ ബെറ്റാനിൻ എന്ന് തോന്നും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബെറ്റാനിൻ ആണ്. ഓക്കെ, ബെറ്റാനിൻ ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ബെറ്റാനിൻ. ഇനി ഈ എഴുതിയിരിക്കുന്ന 3 എന്താണപ്പോൾ? നമുക്കൊന്നായിട്ട് നോക്കാം. പരീക്ഷയ്ക്ക് മേ ബി ഇൻ ദ ഫ്യൂച്ചർ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതെല്ലാം ഓരോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് കളർ കൊടുക്കുന്ന ഒരാളാണ് എന്തെന്ന് പറയുന്നത്? ഇത് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നായിട്ട് നോക്കാം. ബീറ്റ കാരോട്ടിൻ റെഡിഷ് ഓറഞ്ച് കളർ കൊടുക്കുന്നതാണ് ബീറ്റ കാരോറ്റിൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് പരിചിതമായിരിക്കും. പപ്പായ, ക്യാരറ്റ് പോലത്തെ സാധനങ്ങളുടെ നിറം എന്താ? ഓറഞ്ച് ഷെൽ കളർ അല്ലേ? അപ്പോൾ ബീറ്റ കാരോറ്റിൻ ഈസ് ദ റീസൺ ഫോർ ദാറ്റ്. ഇനി അടുത്ത് ലൈക്കോപ്പീൻ നോക്കുകയാണെങ്കിൽ, എടുക്കുകയാണെങ്കിൽ അത് റെഡ് കളർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ക്യാരറ്റ് എടുത്താൽ എന്താ? ചില സമയത്ത് ക്യാരറ്റിൽ റെഡ് ടു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. പക്ഷെ ലൈക്കോപ്പീൻ എടുക്കുകയാണെങ്കിൽ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? റെഡ് കളർ പിഗ്മെന്റേഷൻ മാത്രമേ ഉള്ളൂ. ഇതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പോമഗ്രാനാറ്റോ, അതായത് മാതളം എന്തിനാ പറയാൻ? മാതളം, അതോടൊപ്പം എന്താ? ടൊമാറ്റോ ആൻഡ് റെഡ് പെപ്പർ എന്താ? ഇതിന് എക്സാമ്പിളാണ്. അടുത്ത് ക്യുർക്യുമിൻ എന്ന് പറയുന്നത് ഒരു മെയിൻ കമ്പോണന്റ് ഓഫ് ടേമറിക് ആണ്. ടെർമറിക്കിന്റെ മെയിൻ കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യുർക്യുമിൻ എന്ന് പറയുന്നത്. ബിറ്റാനിൻ വേറൊന്നുമല്ല, നമ്മുടെ ബീട്രൂട്ടിൽ റെഡ് കളർ. ഓക്കെ, ഫ്രൂട്ട് എടുത്ത് പറയുന്നുണ്ട്. റെഡ് കളർ ലൈക്കോപ്പീനും തരുന്നുണ്ടല്ലോ, പക്ഷെ അവിടെ എന്തില്ല? ബീട്രൂട്ട് ഇല്ല. ഇവിടെ ടൊമാറ്റോസും പിന്നെ റെഡ് പെപ്പറും, അതോടൊപ്പം ഞാൻ മാതളവും പറഞ്ഞു, മാതളം ഞാൻ എഴുതിയില്ല, അതായത് പോമഗ്രാനേറ്റോ. ഓക്കെ, അപ്പോൾ ബീട്രൂട്ട് വരികയാണെങ്കിലാണ് ബെറ്റനിൻ. ബാക്കി ഫ്രൂട്ട്സ് നോക്കിക്കോണം. എക്സാമിന് ഇത് വരാനുള്ള സാധ്യത ഞാനൊരു 75% കാണുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? എല്ലാം പഠിക്കരുത്,
ഈ ഓപ്ഷൻസ് തന്നെ പഠിക്കുക, ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെക്കുക, എന്നിട്ട് അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 പോയിന്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്താൽ മതി, കമന്റ് ഇട്ടിരുന്നാലും മതി. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഡു റെഡ് ആൽഗൈ റീപ്രൊഡ്യൂസ്? റെഡ് ആൽഗൈ അല്ലേ, റെഡ് ആൽഗയ്ക്ക് വേറൊരു പേരുണ്ട്. റെഡ് ആൽഗയുടെ പേരാണ് റോഡോഫൈസിയ. സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ തിരുത്തിക്കോണം. സോറി, ഞാൻ സ്പീഡിൽ എഴുതുന്നുണ്ട്, ഒരുപാട് എറർ വരാറുണ്ട്. സോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റോഡോഫൈസിയ. ഇനി പ്ലാന്റ് ഉണ്ടല്ലോ, പ്ലാന്റ് ഞാൻ പഠിപ്പിക്കുന്നില്ല. ആരാ തന്ന ഈ പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ? RS വൈറ്റക്കർ ഇൻ ദി ഇയർ 1869. പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റേക്കകത്ത് പ്രത്യേകിച്ച് ഡെഫിനിറ്റ് സൈസ് ഓർ ഷേപ്പ് ഇല്ലാത്ത ആളിൻ്റെ അകത്ത്, അതായത് ഷേപ്പ് ഇല്ലാത്ത ആൾ വിളിക്കുന്ന പേര് താലോഫൈറ്റ എന്നാണ്. അതിൻ്റെ അകത്ത് വരുന്ന ഒരാളാണ് എന്തെന്ന് പറയുന്നത്, ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. ഇനി ആൽഗയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുണ്ട്. ക്വസ്റ്റ്യൻ വരുന്ന സാധനം എന്ന് വെച്ചാൽ റെഡ് ആൽഗയെ വിളിക്കുന്നത് എന്താണ് നമ്മൾ പഠിച്ചു, റോഡോഫൈസിയ എന്ന് പഠിച്ചു. അതുപോലെ ബ്രൗൺ ആൽഗയെ വിളിക്കുന്ന പേര് ബ്രയോഫൈസിയ. ഇനി ഈ ബ്രൗൺ ആൽഗയെ ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ സർഗാസം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ കമന്റ്സിൽ ഇടണം. അതോടൊപ്പം ഈ ആൽഗയുടെ സ്റ്റഡി ഓഫ് ആൽഗേനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫൈക്കോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ആൽഗേനെ വിളിക്കുന്ന പേരാണ് ഫൈക്കോളജി എന്ന് പറയുന്നത്. ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല ഹൂ ഇസ് ദ ഫാദർ ഓഫ് ഫൈക്കോളജി എന്ന്. അഥവാ ചോദിക്കുകയാണെങ്കിൽ അയാളുടെ പേരെന്ന് പറയുന്നത് വിൽഹെം, സോറി സ്പെല്ലിംഗ് തെറ്റിപ്പോയി, WILHEL, വില്യം വെനറ്റ്. ഹി ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ഫൈക്കോളജി. സോ ഇത്രയാണ് ആൽഗയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് സാധനങ്ങളെന്ന്. ഇവിടെ പറയുന്നത് എന്താ, റീപ്രൊഡ്യൂസ് എങ്ങനെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് എത്തിയിട്ടുണ്ട്. നമുക്ക് റീപ്രൊഡക്ഷൻ എന്താണെന്ന് അപ്പോൾ നോക്കാം. അപ്പോൾ പല ഓർഗാനിസംസ് ഉണ്ട്. പല ഓർഗാനിസം പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ 2 രീതികൾ ഏതൊക്കെയാ, സെക്ഷലും ഉണ്ട്, അസെക്ഷലും ഉണ്ട്. അസെക്ഷലിൻ്റെ അകത്താണ് ഈ പറയുന്ന ഫ്രാഗ്മെന്റേഷൻ. ഞാൻ നേരത്തെ തൊട്ട് മേലത്തെ ക്വസ്റ്റ്യനിലെ ബഡ്ഡിങ് എന്ന് പറഞ്ഞില്ലേ, അതും ഈ അസെക്ഷലിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, ഇതിന് ഓപ്ഷൻ ഉള്ളത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് തീരത്തില്ല. ഫ്രാഗ്മെന്റേഷൻ വേറെ ഒന്നുമില്ല. ഇത് ഇപ്പോൾ ഒരാളാണെന്ന് വിചാരിച്ചു, ഇതൊരു ഓർഗാനിസം ആണെന്ന് വിചാരിച്ചോ, ഇതെന്താവും, ഇത് ഹാഫ് ആയിട്ട് മുറിയും. പക്ഷെ ഇത് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കത്തില്ല. ഇതിപ്പം വലിയ ഭാഗം, അതിലൊരു ചെറിയ ഭാഗം ഇങ്ങോട്ട് വരെ, ഈ ചെറിയ ഭാഗം എന്താവും, വലിയ ഭാഗമായിട്ട് ഡെവലപ്പ് ആവും. അതിനാണ് എന്തെന്ന് പറയുന്ന ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിന് മാത്രമേ നടക്കുകയുള്ളൂ. അതായത് മൾട്ടി സെല്ലുലർ ഓർഗാനിസം. എങ്ങനത്തെ മൾട്ടി സെല്ലുലർ ഓർഗാനിസം? സിമ്പിൾ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിൽ മാത്രമേ ഇത് സംഭവിക്കാറുള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈറോഗൈറയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. കട്ടിംഗ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ലടാ. കട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫോർ എക്സാമ്പിൾ റോസാപ്പൂ അല്ലേ, റോസാപ്പൂവിൻ്റെ സ്റ്റെമ്മ് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ മണ്ണിലോട്ട് കുത്തിവെക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അത് വളരത്തില്ലേ. അതാണ് കട്ടിംഗ് എന്ന് പറയുന്നത്. മൈക്രോ പ്രൊപ്പഗേഷൻ്റെ അകത്താണ് ഈ കട്ടിംഗ് വരുന്നത്. അതായത് മൈക്രോ പ്രൊപ്പഗേഷൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഇതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമുക്കിതിനെ പറയാം. അതിൻ്റെ അകത്താണ് ഈ പറയുന്ന കട്ടിംഗ് വരുന്നത്. അതുപോലെ ഗ്രാഫ്റ്റിങ്ങും ഇതിൻ്റെ അകത്താണ് വരുന്നത്. എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു സാധനം എടുത്ത് അതിനെ വേറൊരു പ്ലാന്റിലോട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടിച്ചുവെക്കുകയല്ല, അതിനെന്ത് ചെയ്യും, നമ്മൾ കെട്ടിവെക്കും. അതായത് ഇതൊരു പ്ലാന്റ് ആണ്, അതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഞാൻ വേറൊരു പ്ലാന്റിൽ എന്ത് ചെയ്തു, ബൈൻഡ് ചെയ്ത് കെട്ടിവെച്ചു. അങ്ങനെ കെട്ടിവെക്കുന്ന സമയത്ത് എന്ത് പറ്റും, അത് വേറെ നിറത്തിൽ. ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ റോസാപ്പൂവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പിങ്ക് കളർ റോസാപ്പൂവും പിന്നെ വേറൊരു കളർ റോസാപ്പൂവും ചേർത്ത് എന്ത് പറ്റും, കിട്ടുന്ന കളറ് വ്യത്യാസമായിരിക്കും. ഇപ്പം നല്ല ഒരു എക്സാമ്പിൾ റോസാപ്പൂവാണ്. സോ ഇത്രയേ ഉള്ളൂ. റീപ്രൊഡക്ഷൻ ഇനിയും ഉണ്ട്. മൾട്ടിപ്പിൾ ഫിഷനുണ്ട്, ബൈനറി ഫിഷനുണ്ട്, ബഡ്ഡിംഗ് ഉണ്ട്. എല്ലാം പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയത്തിൻ്റെ കുറവ് കാരണം എല്ലാം ഞാൻ പറയുന്നില്ല. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
നമുക്ക് എന്തെങ്കിലും ഒരു നെക്സ്റ്റ് സെഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഈ ക്വസ്റ്റ്യൻ ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ദി ബേർഡ് ക്ലാസ്. ഇനി നിങ്ങൾ ഈ പടം നോക്കുമ്പോൾ ഇതിൽ ഏതാ ബേർഡ് ക്ലാസ് അല്ലാത്ത? ഒബ്വിയസ്ലി ഏതാ? ബാറ്റ്സ് ആണ്. ബാറ്റ് അല്ലേ? ബാറ്റ് അല്ലേ ഇടാ നമ്മുടെ ഇതിൻ്റെ അകത്ത് വരാത്തത്? അപ്പോൾ ബാറ്റിൻ്റെ എന്താ വിളിക്കുന്നത്? ടെറോപ്പസ് എന്നാണ് വിളിക്കുന്നത്. എന്താ? പി സൈലന്റ് ആണ് ഇതിൽ, ടെറോപ്പസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ നിയോഫ്രോൺ എന്നാണ് ഈ കാണുന്ന പക്ഷിയെ വിളിക്കുന്നത്. ഈ പക്ഷി എല്ലാവർക്കും അറിയായിരിക്കും. ഇതെന്താ? ഓസ്ട്രിച്ച് ആണ്. ഇതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നില്ല, ഞാൻ വിട്ടുപോയി. ഇതാർക്കെങ്കിലും അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, ഈ പക്ഷിയുടെ പേര് ഈ അല്ല, ഓസ്ട്രിച്ച് ആണ് ഉദ്ദേശിച്ചത്. ഓസ്ട്രിച്ച് ആണ് നമുക്കറിയാം, പക്ഷേ ഇതിന്റെ സയന്റിഫിക് നെയിം പറയുകയാണെങ്കിൽ എന്താ? സ്ട്രൂത്തിയോ എന്നാണ്. സ്ട്രൂത്തിയോ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇതെന്താ? തത്തമ്മയാണ് അല്ലേ? തത്തയാണിത്. അതിന്റെ പേരെന്താ? സിറ്റാക്കുള. ഇതിൽ പി സൈലന്റ് ആണ്. ഇതിൽ മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളിൽ പി സൈലന്റ് ആണ്. സോ പി ചേർത്ത് വായിക്കരുത്. വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൂടുതലൊന്നും പറയില്ല, കാരണം ഈ ക്വസ്റ്റ്യൻ കാണാപ്പാടം പഠിക്കേണ്ട സാധനങ്ങളിൽ ഒന്നായത് കൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോവാത്തത്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? നെക്സ്റ്റ് സാധനത്തിലോട്ട് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ that causes cracks, crusting and scaling at the corner of the mouth due to vitamin B2 deficiency. വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ചുണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മൗത്തിൽ വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. അതിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ചീലിയോസ് ആണ്. ചീലിയോസിസ് ആണ് ഇതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ വൈറ്റമിൻ ബി നമ്മൾ പഠിച്ചു. അപ്പോൾ വൈറ്റമിൻ കണ്ടുപിടിച്ച ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ ആരാ ആൻസർ? വൈറ്റമിൻ കണ്ടുപിടിച്ചത് കസമിയർ ഫങ്ക് ആണ് കണ്ടുപിടിച്ചത്. ഞാൻ ഒന്നുകൂടെ തിരുത്തി എഴുതാം. കസമിയർ ഫങ്ക്, FUNK. കസമിയർ ഫങ്ക് ഇൻ ദ ഇയർ 1912. അതായത് ഇദ്ദേഹമാണ് എല്ലാ വൈറ്റമിൻസും കണ്ടുപിടിച്ചെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇദ്ദേഹമാണ് വൈറ്റമിൻ എന്ന് പറയുന്ന ഘടകം മനുഷ്യ ശരീരത്തിൽ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കിയതാ. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ വൈറ്റമിൻ എ ഒന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് വൈറ്റമിൻ ബി വെച്ച് തന്നെ നോക്കാം. പെന്നിൻ്റെ കളർ ഒന്ന് ഞാൻ മാറ്റിക്കോട്ടെ. വൈറ്റമിൻ ബി വെച്ച് തന്നെ പറയാം. വൈറ്റമിൻ ബിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ B1, വൈറ്റമിൻ B2 ഒന്നും എഴുതുന്നില്ല, B1 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. B1ന്റെ പേര് തയാമൈൻ ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ബെറിബെറി. ബെറിബെറി എന്ന് പറയുന്നത്. B2നെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ മേളിൽ എഴുതി എന്താ? ചീലിയോസിസ് എന്ന് പറയുന്നത്. അടുത്ത വൈറ്റമിൻ B3 ഉണ്ട്. ഒന്നെങ്കിൽ നമുക്കതിന് നയാസിൻ എന്ന് പറയാം, അല്ലെങ്കിൽ നയാസിനമൈഡ് എന്ന് പറയാം. മിക്കവർക്ക് ഈ പേര് കത്തിക്കാണും. നയാസിനമൈഡ് എന്ന് പറയാം. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് പല്ലാഗ്രയാണ്. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. അടുത്ത് B4 ഇല്ല, B5 ആണ്. ഒന്നെങ്കിൽ ഇതിന് പാൻറ്റോതെനിക് ആസിഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പീരിഡോക്സിൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിന്റെ ഡെഫിഷ്യൻസി ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. B6 ഇല്ല, B7നെ വിളിക്കുന്ന പേരാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. അതുപോലെ B8 ഇല്ല, B9 ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേര് ഫോളിക് ആസിഡ്. ഞാൻ കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം 1 മണിക്കൂറിനകം തീർക്കണമെന്നായിരുന്നു. 1 മണിക്കൂറായി. മിക്കവാറും സെഷൻ കുറച്ചുകൂടെ നീണ്ടുപോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നത് എന്ത് ചെയ്താൽ മതി? സ്ഥലം ഉണ്ടായിരുന്നല്ലോ,
എന്ത് ചെയ്താൽ മതി, സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ സ്പീഡ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ എന്ത് ചെയ്താലും മതി, പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാൽ മതി. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പുറത്തെ പേജ് എഴുതാം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് B12 ആണ്. ഇതിനെ വിളിക്കുന്ന പേര് സൈനോകൊബാലമിൻ എന്നാണ്. ഒരു സെക്കൻഡ്, ഒരു എറർ എന്തോ വന്നു. ഓക്കെ, സൈനോകൊബാലോഅമീൻ, B12 ഇതാണ് വിളിക്കുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് അനീമിയ. വെറും അനീമിയ അല്ല, പെർനീഷ്യസ് അനീമിയ. ഓക്കെ, സോറി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി ഇതിന്റെ ഈ ഓപ്ഷൻസിന്റെ ഒക്കെ മീനിങ് എന്താ? ഈ പറഞ്ഞിരിക്കുന്ന A, C ആൻഡ് D ഇതെല്ലാം സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതായത് നമ്മളെ എക്സ്റ്റീരിയർ സ്കിൻ, അതായത് നമ്മുടെ തൊലിയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇതിൽ ചീലിയോസിസ് മാത്രമാണ് നമ്മളെ വായ്ക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അത് ബാക്കി സാധനങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻസ് നോക്കി വെച്ചിരിക്കുക. നാളെ അഥവാ ഓഡ് വൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഡ് വണ്ണും പിക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഗോൾഗി അപ്പാരറ്റസ് വാസ് ഡിസ്കവർഡ് ബൈ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആരാ കണ്ടുപിടിച്ചത്? കമീലിയ ഗോൾഗിയാണ് കണ്ടുപിടിച്ചത്. അടുത്ത ലൂയിസ് പാസ്റ്റർ എന്താ കണ്ടുപിടിച്ചത്? പാസ്റ്ററൈസേഷൻ മെത്തേഡാണ് കണ്ടുപിടിച്ചത്. ഫ്രാൻസിസ് ക്രിക്ക് എന്താ കണ്ടുപിടിച്ചത്? ഫ്രാൻസിസ് ക്രിക്ക് കണ്ടുപിടിച്ചത്. ഫ്രാൻസിസ്, രണ്ടുപേരുണ്ട്, വാട്സണും ക്രിക്കും ഉണ്ട്. ഇതിൽ ഫ്രാൻസിസ് ക്രിക്കിന്റെ പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ. അദ്ദേഹം എന്താ കണ്ടുപിടിച്ച ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് കണ്ടുപിടിച്ചത് ഇൻ ദ ഇയർ 1953. സി അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല. സോറി, സി ഇമ്പോർട്ടൻ്റ് ആണ്. സി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വില്യം ഹാർവി ഇദ്ദേഹമാണ് സർക്കുലേറ്ററി സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം കണ്ടുപിടിക്കുന്നതാണ് വില്യം ഹാർവി. ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പക്ഷെ അഥവാ വരികയാണെങ്കിൽ, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു അല്ലേ, അഥവാ വരികയാണെങ്കിൽ. കാരണം എൻ്റെ അനാലിസിസ് അനുസരിച്ച് ഇനി വീണ്ടും വരാം ചാൻസ് ഉള്ളത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 15ാമത്തെ ഇവിടെ സ്ഥലം. ഓക്കെ ഓപ്ഷൻ ഡി ഉൾപ്പെടുത്താൻ വിട്ടുപോയി, കുഴപ്പമില്ല, നമുക്ക് 3 ഓപ്ഷൻ മതി. ഇതിൽ തന്നെ എന്താ ചോദിച്ചിരിക്കുന്ന ഇൻകറക്റ്റ് ആണ്. ഇതിൽ തന്നെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ അനിമേലിയ കണ്ടോ, കൂടുതൽ ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്ന ഏതിൻ്റെ അകത്ത് നിന്ന്, അനിമേലിയ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ NTPCക്ക് ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം, അനിമേലിയ എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. അനിമേലിയയും പിന്നെ പ്ലാന്റേയും. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തിയറി നിങ്ങൾ ഓർമ്മ നിന്നാലും എക്സാമ്പിൾ എന്ത് ചെയ്യും, നമ്മൾ മറന്നുപോകും. അപ്പോൾ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെൽ ടിഷ്യൂ ഗ്രേഡ് എന്ന് പറയുന്നത് ജെല്ലി ഫിഷ്. ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ സെല്ലുലാർ ഗ്രേഡ് വരുന്നത് സൈക്കോൺ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സെല്ലുലാർ ഗ്രേഡ് ആരാ? പോറിഫെറ ആണ്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ. Filtration of waste products in human happens in the kidney. There is a large number of filtration units present inside the kidney to help them in doing this job. These filtration units are called ചാടിക്കേറി ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് അടിച്ചാൽ ഉത്തരം അറിയാന്നുള്ള ആള്. ഇതിന്റെ ആൻസർ നെഫ്രോൺ ആണ്. ഇനി എന്താണ് നെഫ്രോൺ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് കിഡ്നി. നമ്മളെ കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത് മില്യൺസ് ഓഫ് നെഫ്രോൺസ് ആയിട്ടാണ്. ഓക്കെ, ബേസിക് യൂണിറ്റ് ഓഫ് കിഡ്നി. ബേസിക് യൂണിറ്റ് ഓഫ് കിഡ്നി ആണ്. അപ്പോൾ നമ്മൾ കിഡ്നി എത്തി. നമുക്ക് കിഡ്നിയുടെ ഫോട്ടോ ഞാൻ അടുത്ത പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താണ് സാധനം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ കിഡ്നിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് എഴുതി പഠിക്കാം. കിഡ്നി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി കിഡ്നി ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ടു മെയിൻറ്റെയിൻ നമ്മളെ ബോഡിയിൽ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് നമ്മുടെ കിഡ്നിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. രണ്ടാമത്തത് കാൽഷ്യവും അതുപോലെ ഫോസ്ഫോറസും നമ്മളെ ബ്ലഡിൽ ലെവൽ മെയിൻറ്റെയിൻഡ് ആണോ എന്ന് നോക്കുന്നതും കിഡ്നിയാണ്. ഓക്കെ, നമ്മളെ കിഡ്നി ഒരു സാധനം മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. സോളിഡ് വേസ്റ്റ് ആയ യൂറിയ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. ഇതിൽ യൂറിയ സിന്തസൈസ് നമ്മൾ ഹ്യൂമൻസ് അല്ലാതെ ചെയ്തിട്ടുണ്ട്. അതിനൊരു പേര് വിളിക്കും. ആ പേര് എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം എല്ലാം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യത്തില്ലല്ലോ. സോ ഞാൻ പറയുന്നത് എന്ത് ചെയ്യുക, കമൻസിലും കൂടെ അതിൻ്റെ ആൻസർ ഇടുക. അപ്പോൾ യൂറിയ
നമ്മൾ ലബോറട്ടറിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ലബോറട്ടറിയിൽ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ്റെ ഒരു പേരുണ്ട്. ആ പേര് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ് എന്താണ് ഈ ബൗമൻസ് ക്യാപ്സ്യൂൾ? ഇതിൽ ആൽവിയോളി എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് വരുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, അതായത് ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് ഈ ആൽവിയോളി ചെയ്യുന്ന. ബേസിക്കലി വേറൊന്നുമല്ല, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സർഫസ് ഏരിയ കൂട്ടും. സോ എന്താ പ്രത്യേകത? നമ്മുടെ ഫുഡ് കൂടുതൽ റീഅബ്സോർബ്ഡ് ആവും. അതായത് ഫുഡിലുള്ള ന്യൂട്രിയൻസ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് റീഅബ്സോർബ് എവിടെയാണ് നടക്കുന്നത്? ആൽവിയോലയാണ് നടക്കുന്നത്. കാപ്പില്ലാരീസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ദ്വാരത്തിൽ കൂടെ, ചെറിയ ചെറിയ ഹോൾസിൽ കൂടെ വെള്ളത്തിന് അല്ലെങ്കിൽ ലിക്വിഡിന് കയറി പോകാൻ പറ്റുന്നതാണ് കാപ്പില്ലാരീസ് എന്ന് പറയുന്നത്. ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് കാപ്പില്ലാരിറ്റി. ഓക്കെ, അപ്പം നമുക്ക് ബൗമൻസ് ക്യാപ്സ്യൂൾ, നെഫ്രോൺ പറഞ്ഞു, ബൗമൻസ് ക്യാപ്സ്യൂൾ എന്നാണ് നോക്കാം. ഇത് ഒരു കിഡ്നിയുടെ പടം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ചുവന്ന ഉണ്ട്, ഒരു നീലയുണ്ട് അല്ലേ? ഈ ചുവന്നതിനെ വിളിക്കുന്ന പേരാണ് റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. കുറച്ചൊന്ന് വൃത്തിക്ക് എഴുതാം. റീനൽ ആർട്ടറി ഈ ആക്ച്വലി ബ്ലൂയിഷ് കളർ അല്ല, ഒരു റെഡിഷ് ഡാർക്കിഷ് കളറാണ്. പക്ഷെ നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ബ്ലൂ കളറിൽ വരുന്നത്. റീനൽ ആർട്ടറി, ഇതിനെ വിളിക്കുന്ന പേരാണ് റീനൽ വെയിൻ എന്ന് പറയുന്നത്. ഇനി റീനൽ ആർട്ടറീസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹാർട്ടിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നതാണ് റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. റീനൽ വെയിൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജന്റെ പ്യൂരിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് ഒരു സാധനം മാത്രമേ ഉള്ളൂ, അതായത് യൂറിയ എന്ന് പറയുന്ന വേസ്റ്റ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂറിയ എന്ന വേസ്റ്റ് റിമൂവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന നെഫ്രോൺസും ഈ പറയുന്ന സെൽസ് എല്ലാം എന്ത് യൂസ് ചെയ്യും? ഓക്സിജൻ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഇതിൽ ഗ്ലോമറുലസ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ. ആ ഗ്ലോമറുലസിനെ കവർ ചെയ്യുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്താണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ആയിട്ടുള്ള ഫിൽട്രേഷൻ നടത്താനുള്ള സെൽസ് ഉണ്ട്. ഈ സെൽ എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്യുന്നു. നമ്മളെ ബോഡിയിൽ വരുന്ന എത്രയോ ലിറ്റർ വെള്ളത്തിൽ വെറും 1% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വളരെ കുറവ് മാത്രമേ. ഇപ്പോൾ 100% എടുക്കുകയാണെങ്കിൽ 99 നമ്മളെ ബോഡിയിൽ റീഅബ്സോർബ് ആവുക. ആകെ 1% മാത്രമാണ് എന്തായിട്ട് പോകുന്നത്? വേസ്റ്റ് ആയിട്ട് പുറത്തു പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 99%-ൽ 80% മാത്രമാണ് ബോഡിയിൽ നിന്ന് അബ്സോർബ് ആയതെങ്കിൽ, അല്ലെങ്കിൽ 50%-ആണ് ബോഡിയിൽ അബ്സോർബ് ആയതെങ്കിൽ ബാക്കി എത്രയുണ്ട്? 50%. നമുക്ക് എന്ത് ചെയ്യുന്ന സമയം കാണും? വേസ്റ്റ് റിമൂവ് ചെയ്തിരിക്കുന്ന സമയം കാണുള്ളൂ. അപ്പോൾ 99% ബോഡി എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും. ബാക്കി 1% മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വേസ്റ്റ് ആയിട്ട് റിമൂവ് ആവുന്നത്. ബേസിക്കലി ഇതിൻ്റെ അകത്ത് അൺഫിൽറ്റേർഡ് ബ്ലഡ് ഇതിൻ്റെ അകത്തൂടെ പോകുന്നു. ഫിൽറ്റർ ആയതിനു ശേഷം കറങ്ങി വീണ്ടും ഈ ഒരു സെക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ ഇനിയും ഫിൽറ്റേർഡ് ആവാത്തതിന് എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? തിരിച്ച് പോകുന്നു. ആക്ച്വലി ബേസിക്കലി ബ്ലഡിലാണ് ഇതെല്ലാം ഉള്ളത്. ഓക്കെ, ബ്ലഡിലും എന്തുണ്ട്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്. അത് എന്തായിട്ട് മാറും? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കിഡ്നി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടല്ല കിഡ്നി പറഞ്ഞത്, ജസ്റ്റ് ഓവർ ദ ടോപ്പ് ആയിട്ടാണ് ഞാൻ കിഡ്നി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു നോക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസ്സസ് ഇൻക്ലൂഡ് ദ ഫാമിലി ഓഫ് ടർട്ടിൽസ്? ഫാമിലി ഓഫ് ടർട്ടിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏത് ഫാമിലിയാണെന്നാണ്. ഇത് നിങ്ങൾ ഇതിൻ്റെ ആൻസർ മാത്രം അറിഞ്ഞാൽ മതി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റെപ്റ്റൈൽസ് ആണ്. ഓക്കെ, റെപ്റ്റൈൽസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. SSC ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദിക്കുന്നത് ഡിസീസ് ഏത് ഓർഗാനിസം കാരണമാണ് സ്പ്രെഡ് ആവുന്നത് എന്നാണ് അല്ലേ? ഡിസീസ്. അപ്പം മലേറിയ ഏത് വഴിയാണ്? മലേറിയ സ്പ്രെഡ് ആവുന്നത് പ്ലാസ്മോഡിയം ആണ്. അപ്പം 1 എന്ന് പറയുന്നത് D ആണ്.
1 എന്ന് പറയുന്നത് ഡി ആണ്. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എലിമിനേഷൻ നോക്കുകയാണെങ്കിൽ 1 മാത്രമേ ഉള്ളത്, സി ആണ് ആൻസർ വരുന്നത്. പക്ഷെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം. ഡയറിയ വരുന്നത് റോട്ടോ വൈറസ് വഴിയാണ്. ഇതിൽ റോട്ടോ വൈറസ് ഒരു വൈറസ് ആണ്. സോറി, കാണാൻ പറ്റുന്നില്ല എന്നറിയാം. റോട്ടോ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് ആണ്. ഇതിൽ പ്ലാസ്മോഡിയം വൈറസ് അല്ല, പ്ലാസ്മോഡിയം ഒരു പാരസൈറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് സെഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പാരസൈറ്റ് ആണെന്ന്. ബാക്കി വരുന്ന 2 എണ്ണം, അതായത് ഈ വിബ്രിയോയും സാൽമോനെല്ലയും എന്താ, ബാക്ടീരിയസ് ആണ്. അപ്പോൾ 1 ഡി ആണെങ്കിൽ ബാക്കിയെല്ലാം എന്ത് ചെയ്താൽ മതി, തനിയെ നിങ്ങൾക്ക് വായിച്ചെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വൈറസിനെ പറ്റി ഞാൻ പറഞ്ഞു, വൈറസിന്റെ ഡിഫറൻസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത് ചെറിയൊരു സാധനം നോക്കാം, ഏതൊക്കെ വൈറസസ് ആണ് നമുക്ക് ഉള്ളതെന്ന്. ഓക്കെ, ഏതൊക്കെ വൈറസ് ആണ് ഉള്ളത്. അതിനു മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം, മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന ഏത് മസ്കിറ്റോ? മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് മസ്കിറ്റോ ആണ് എന്ന് എക്സാം ചോദിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഡെങ്കു ആരെ സ്പ്രെഡ് ചെയ്യുന്നത്? ഡെങ്കു സ്പ്രെഡ് ചെയ്യുന്നത് ഏഡീസ് മസ്കിറ്റോ ആണ്. ഏഡീസ് മസ്കിറ്റോ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് രണ്ടും നിങ്ങൾ കാണാപ്പാടം പഠിക്കണം, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോനുള്ള, നമുക്കറിയാം മലേറിയ പരത്തുന്നതും ഡെങ്കു പരത്തുന്നതും ആരാ, മസ്കിറ്റോ ആണെന്ന് അറിയാം. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ എന്ത് ചെയ്യണം, നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് തീർന്നില്ല, ഏതൊക്കെ വൈറസസ് ആണ് നമുക്കുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് റബ്ബായി പോലെ കുഴപ്പമില്ല. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വൈറസ് ആദ്യത്തത് ഡെങ്കു, മീസൽസ്, ഇൻഫ്ലുവൻസ, സ്വൈൻ ഫ്ലൂ, ഹെപ്പറ്റൈറ്റിസ് പറയുകയാണെങ്കിൽ ഇതിന് 3 വേരിയേഷൻ ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, സെഷൻ ലെങ്തി ആയി പോകും. ഓക്കെ, അടുത്തത് ബേർഡ് ഫ്ലൂ, മംസ്, പോളിയോ, പിന്നെ സ്മോൾ പോക്സ്. ഇത്രയാണ് നമുക്ക് എന്തായിട്ടുള്ളത്, വൈറസ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇത്രയും വൈറസസ് ആണ് നമുക്കുള്ളത്. നിങ്ങൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്തുകയാണെങ്കിൽ പോലും പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ഡെങ്കു എന്ത് കാരണം വരുന്നു, മീസൽസ് എന്ത് കാരണം വരുന്നു, ഇൻഫ്ലുവൻസ എന്ത് കാരണം വരുന്നു എന്ന് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ ഇനി അഥവാ മസ്കിറ്റോസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഓർഗാനിസം കാരണമാണെങ്കിൽ അതും നോക്കുക. അതിൻ്റെ വേ ഓഫ് ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുക, നോക്കുക. ഇത്രയും സാധനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ നോക്കേണ്ടത്. സെഷൻ 20th ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടീഷൻ ഓൾസോ നോൺ ആസ് ഇക്ടെറസ് കോസിങ് യെല്ലോയിങ്? ഇവിടെ യെല്ലോയിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, യെല്ലോയിങ് ഓഫ് യുവർ സ്കിൻ. ആൻസർ എന്താ, ജോണ്ടിസ് ആണ്. അടുത്ത വട്ടം ക്വസ്റ്റ്യൻ പ്രിപ്പയർ ആവണം എങ്ങനെയാണെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ പ്രിപ്പയർ ആവുന്നത് യെല്ലോയിങ് ഓഫ് ദ സ്കിൻ, ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേര് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കവർ ചെയ്തത്, അല്ലേ? 20 ക്വസ്റ്റ്യൻ കവർ ചെയ്തു. ഐ ഹോപ്പ് നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. 20 ക്വസ്റ്റ്യനിൽ ഞാൻ ഡീപ്പായിട്ട് പോകാൻ പറ്റുന്ന എല്ലാം ഡീപ്പായിട്ട് പോയി. ഇടയ്ക്ക് വെച്ച് സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് ലാസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻ ആ സ്പീഡിൽ പോയത്. സോ താങ്ക് യു ആൻഡ് ഐ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അതോടെ സെഷൻ എന്ത് ചെയ്യാണ്. താങ്ക് യു.